ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സൂറത്തുൽ ബഖറയിലെ 6-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇന്ന എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. നൂനിന്റെയും മീമിന്റെയും മേലെ ഷദ്ദ് ഉണ്ടെങ്കിൽ അവിടെ 2 ഖദ്ർ മണിക്കണം. ഇന്ന. അതിനുശേഷം സവാഉൻ എന്ന വാക്കിൽ 4 5 ഖദ്ർ നീട്ടേണ്ടതാണ്. ഇതിനാണ് മദ് മുത്തസിൽ എന്ന് പറയാം. ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ് ഒറ്റ വാക്കിൽ വന്നാൽ മദ് മുത്തസിലാണ്. നിർബന്ധമായും അത് നീട്ടേണ്ടതാണ്. യാതൊരു കാരണവശാലും 2 ആക്കി മാറ്റാൻ പാടില്ല. സവാഉൻ എന്നത് തെറ്റാണ്. പിന്നീട് അഅൻദർതഹും അവിടെ മണിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂന് ശേഷം ദാല് വന്നു. അവിടെ ഇഖ്ഫാഉൻ ഹഖീഖിയുൻ എന്നാണ് തജ്വീദ് പണ്ഡിതന്മാര് പറയാറുള്ളത്. അപ്പോൾ നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ച് ഓതണം. അഅൻദർതഹും. പിന്നെ റാ കനപ്പിക്കുകയും വേണം. സുക്കൂനുള്ള റാ ആണെങ്കിലും അതിനു മുമ്പ് ഫത്ഹ് വന്നു, അവിടെ കനപ്പിക്കേണ്ടതാണ്. അഅൻദർതഹും അം ലം തുൻദിർഹും. അവിടെയും ഇഖ്ഫാ ഉണ്ട്. അഅൻദർതഹും എന്ന വാക്കിലുള്ള അതേ നിയമം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയുടെ 6-ാമത്തെ ഇപ്പോൾ ഓതി നിർത്തിയ ആയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല എന്നതാണ്. ഈ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ, ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ, കഫറു അവർ അവിശ്വസിച്ചു, സവാഉൻ സമമാണ്, അലൈഹിം അവരുടെ മേൽ അവരിൽ, അഅൻദർതഹും നീ അവരെ താക്കീത് ചെയ്തുവോ, അം അല്ലെങ്കിൽ, ലം തുൻദിർഹും നീ അവരെ താക്കീത് ചെയ്തില്ല, ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം, സത്യനിഷേധികളായ ഒരു കൂട്ടർ, അവർക്ക് നീ താക്കീത് നൽകിയാലും നീ അവർക്ക് താക്കീത് നൽകിയില്ല എങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല എന്നതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യനിഷേധികൾ, ഇന്നല്ലദീന കഫറു നിശ്ചയമായും യാതൊരു കൂട്ടർ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നതിലെ കഫറു എന്ന പ്രയോഗം, അതിനെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മറച്ചുവച്ചു അഥവാ മൂടിവെച്ചു എന്ന അർത്ഥം വരുന്ന കഫറ എന്ന ക്രിയയിൽ നിന്നാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മറച്ചു വെക്കുന്നവൻ എന്നാണ് കാഫിർ എന്ന പദത്തിന്റെ ഭാഷാർത്ഥം. അതുകൊണ്ടാണ് ഒരു കൃഷിക്കാരനെ ഭാഷയിൽ അയാൾ വിത്ത് മണ്ണിലിട്ട് മൂടുന്നത് കൊണ്ട്, ആ വിത്ത് മറച്ചു വെക്കുന്നവനായതുകൊണ്ട് കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് സഹോദരങ്ങളെ ഭാഷയിലുള്ള പ്രയോഗമാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് അതിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അറിയണം,
ഇഹലോക ജീവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ പെരുമ കാണിക്കലുണ്ടല്ലോ അത് ഒരു മഴ പോലെയാണ് എന്നാണ്. അതെന്താ മഴ പോലെ എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ മഴ മൂലമുണ്ടായ ചെടികൾ അത് കർഷകരെ ആശ്ചര്യപ്പെടുത്തി. പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. പിന്നീട് അത് തുരുമ്പായി പോകുന്നു. എന്നാൽ പരലോകത്ത് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയും നന്മ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട് എന്ന്. ഈ ഐഹിക ജീവിതം അത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിൽ പെരുമ കാണിക്കുന്ന ആളുകളുടെ സ്വഭാവം അത് താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഴയോടാണ് ഉപമിക്കുന്നത്. ആ മഴ ലഭിക്കുമ്പോൾ കൃഷി ചെയ്യുന്ന കർഷകൻ സന്തോഷിക്കും, കർഷകരെ ആശ്ചര്യപ്പെടുത്തും. ഇവിടെ ആ കർഷകരെ ആശ്ചര്യപ്പെടുത്തും എന്ന പ്രയോഗത്തിന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം എന്താണ് സഹോദരങ്ങളെ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അഅജബൽ കുഫാർ എന്നാണ്. അതായത് ഈ പ്രയോഗം ഇത് ഭാഷയിലുള്ള പ്രയോഗമാണ്. അഅജബൽ കുഫാർ, ആ കുഫാർ എന്ന് പറയുന്നത് ആ കർഷകനെയാണ്. അവിടെ ഭാഷയിലുള്ള പ്രയോഗമാണ് ഇത്. അതല്ലാതെ ഈ പ്രയോഗം അറിയിക്കുന്നത് കർഷകന്മാർ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള കാഫിറാണ് എന്നല്ല. മറിച്ച് ഭാഷയിൽ ഒരു കൃഷിക്കാരൻ അയാൾ വിത്ത് മണ്ണിലിട്ട് മൂടുന്നത് കൊണ്ട്, ആ വിത്ത് മറച്ചു വെക്കുന്നവനായതുകൊണ്ട് കാഫിർ എന്ന് ഭാഷയിൽ പ്രയോഗിച്ചതാണ്. ഈ രൂപത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അത് മറച്ചു വെക്കുന്നവനെ അറബിയിൽ കാഫിർ എന്ന് വിളിക്കുന്ന രീതി അത് പൗരാണിക അറേബ്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു പതിവാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് രാത്രി അതിന്റെ ഇരുട്ട് കൊണ്ട് വസ്തുക്കളെ മറച്ചു വെക്കുന്നതിനാൽ ആ ഇരുട്ടിനെ ഭാഷയിൽ കാഫിർ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഇതൊക്കെ സഹോദരങ്ങളെ ഭാഷയിലുള്ള ലൊഗവിയായ പ്രയോഗങ്ങളാണ്. എന്നാൽ ഇസ്ലാമിൽ സാങ്കേതികമായി ഈ കാഫിർ എന്ന പദം ഉപയോഗിക്കുന്നത് അത് സത്യനിഷേധി, നന്ദികേട് കാണിക്കുന്നവൻ, അവിശ്വസിക്കുന്നവൻ എന്നീ അർത്ഥങ്ങളിലാണ്. ഖുർആനിലും ഹദീസിലും ധാരാളം സ്ഥലങ്ങളിൽ കാഫിർ എന്ന ഏകവചന പ്രയോഗമായും കാഫിറൂൻ എന്നും കുഫാർ എന്നൊക്കെയുള്ള ബഹുവചന പ്രയോഗങ്ങളായും ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയത്തിൽ അവരിൽ പ്രതിപാദിക്കപ്പെട്ട അവരുടെ സ്വഭാവങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഖുർആനും സുന്നത്തും ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം അംഗീകരിക്കാതെ ഖുർആൻ എന്ന സത്യത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും അതോടൊപ്പം ഈ അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ കാഫിറാണ്. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ചെയ്തു വെച്ച നമ്മുടെ റബ്ബ്, അവൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ അവനെ മാത്രം ആരാധിക്കണമെന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ചില മനുഷ്യർ ഈ ആരാധനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യാതൊരു തരത്തിലും ആരാധന അർഹിക്കാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുകയാണ്. ഈ ആളുകളെ പരിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നന്മ, എന്തൊക്കെയാണ് തിന്മകളെന്ന് പഠിപ്പിച്ചു തരുവാൻ വേണ്ടി നമ്മളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ കാഫിർ എന്ന പദം സാങ്കേതികമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ പണ്ഡിതന്മാർ അതിനെ രണ്ട് രൂപത്തിൽ, രണ്ട് ഇനങ്ങളായിക്കൊണ്ട് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ഇനം ഏതാണ്? ഒന്നാമത്തെ ഇനം കുഫ്റുൻ ഇഅ്തിഖാദിയുൻ, രണ്ടാമത്തേത് കുഫ്റുൻ അമലിയുൻ. എന്താണ് ഒന്നാമത് പറഞ്ഞ ഈ കുഫ്റുൻ ഇഅ്തിഖാദിയുൻ? അത് വിശ്വാസത്തിലുള്ള കുഫ്റാണ്. ഈ കുഫർ ഇസ്ലാമിക മില്ലത്തിൽ നിന്നും പുറത്താക്കുന്ന കുഫറാണ്. അള്ളാഹുവിനെയോ റസൂലിനെയോ കളവാക്കൽ, അതുപോലെ തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും കോപം വെച്ച് പുലർത്തുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്ന എന്തെങ്കിലും കാര്യത്തിൽ കോപം വെച്ച് പുലർത്തുന്ന ആളുകൾ, ഇസ്ലാമിനും മുസ്ലിമുകൾക്കും ഉണ്ടാകുന്ന ദൗർബല്യമായ അവസരങ്ങളിൽ സന്തോഷിക്കുന്ന ആളുകൾ,
ഈ രൂപത്തിലൊക്കെയുള്ള ആളുകൾ സഹോദരങ്ങളെ, അത് കുഫ്റുൻ ഇഅ്തിഖാദിയുനായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അത് അവരുടെ വിശ്വാസത്തിലുള്ള കുഫറാണ്. ഇത്തരം അവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളുടെ സങ്കേതം അത് നരകത്തിന്റെ അടിത്തട്ടാണ് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി എന്താണ് രണ്ടാമത് പറഞ്ഞ കുഫർ? അതായത് കുഫ്റുൻ അമലിയുൻ, അത് പ്രവർത്തനത്തിലുള്ള കുഫറാണ്. ഈ കുഫറിനെ പണ്ഡിതന്മാർ രണ്ട് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രവർത്തനത്തിലുള്ള കുഫറിനെ പണ്ഡിതന്മാർ രണ്ട് വിഭാഗമായി കൊണ്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഖിസ്മുൻ യുനാഫി അൽ ഈമാന ബിൽ കുല്ലിയ, സമ്പൂർണമായും ഈമാനിനെ ഇല്ലാതെയാക്കുന്ന കുഫറാണ്. അതായത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കുഫറാണ് ഇത്. ഉദാഹരണം, ഇബാദത്തിന്റെ വിഷയത്തിലുള്ള ഷിർക്ക്. ഒരാൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം, ആ ഒരു കർമ്മം നിഷേധിക്കുക. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക. ഇതൊക്കെ ഒരാളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട, അമലുമായി ബന്ധപ്പെട്ട കുഫറാണ്, നിഷേധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുക. ഇത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പ്രവർത്തനമാണ്. എന്നാൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു കുഫറുണ്ട്. ആ കുഫർ ഏതാണ്? കുഫ്റുൻ അമലിയുൻ ലാ യഖ്റുജു മിനൽ മില്ലത്ത്, ഒരാളെ ഇസ്ലാമിക മില്ലത്തിൽ നിന്നും പുറത്താക്കാത്ത പ്രവർത്തനത്തിൽ വരുന്ന കുഫറാണ്. എന്നാൽ ഇത് വലിയ പാപമായിട്ടാണ് ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ അയാൾ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചാൽ കളവ് പറയും, വിശ്വസിച്ചാൽ വഞ്ചിക്കും, അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് ലംഘിക്കും. ഇതൊക്കെ അവരുടെ വിശേഷണമായി കൊണ്ട് പറഞ്ഞു. ഈ പറഞ്ഞ സ്വഭാവമൊക്കെ കപടവിശ്വാസത്തിന്റെ ചെറിയ അടയാളങ്ങളായിക്കൊണ്ടാണ്, അതെല്ലാം പാപമായിക്കൊണ്ടാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് കുഫ്റാണ്. എന്നാൽ ഇതിലെ ഏതെങ്കിലും ഒരു സ്വഭാവം ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ, ഈ കുഫ്ർ ഏതെങ്കിലും ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമല്ല അത് എന്നുള്ളത്, മറിച്ച് അതൊരു പാപമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ അത് തെമ്മാടിത്തമാണ്, അവനെ വധിക്കുന്നത് അത് കുഫ്റാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അത് ഫുസൂഖാണ്, തെമ്മാടിത്തരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ വഖിതാലുഹു, അവനെ വധിക്കുക എന്ന് പറയുന്നത്, ഒരു മുസ്ലിമിനെ വധിക്കുക എന്ന് പറയുന്നത് അത് കുഫ്റാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ അത് കുഫ്റാണ്, അത് കുറ്റകരമാണ്. പക്ഷേ ഇസ്ലാമിൽ നിന്നും ഒരാളെ പുറത്താക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇത് എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് കുഫ്റുൻ അസ്ഗറാണ്, ഇത് ചെറിയ കുഫ്റായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇനി ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ 6-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ വന്നാൽ, സത്യനിഷേധികളായ ഒരു കൂട്ടരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ പറയുന്ന ആരെക്കുറിച്ചാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊണ്ട് പ്രബോധനം ചെയ്യുന്ന തത്വങ്ങളിൽ വിശ്വസിക്കാതെ സത്യത്തെ മൂടിവെക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ച് തള്ളുകയും ചെയ്ത സത്യനിഷേധികളായ മുശ്രിക്കുകളാണ് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരാണ് അല്ലദീന കഫറു, സത്യനിഷേധികളായ ഒരു കൂട്ടരെന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഈ ആളുകളെ താക്കീത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരുപോലെയാണ്, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ചില ആളുകൾ അജ്ഞത കൊണ്ട് അള്ളാഹുവിൽ നിന്നും വന്നെത്തിയ സത്യങ്ങൾ നിഷേധിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരം ആളുകൾക്ക് ഉപദേശം കൊണ്ടും താക്കീത് കൊണ്ടും മനസ്സുമാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും കൽപ്പിച്ചു കൂട്ടി ആ സത്യത്തെ മറച്ചു വെക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്ന താക്കീത് അത് പ്രയോജനപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകൾ, സഹോദരങ്ങളെ, ഇത്തരം ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശങ്ങൾ ഉപകാരപ്പെടുകയില്ല.
അത്തരം ആളുകൾ അവിശ്വാസികളായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളായ ഒരു കൂട്ടർ, അവർക്ക് നീ താക്കീത് നൽകിയാലും നീ അവർക്ക് താക്കീത് നൽകിയിട്ടില്ല എങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല എന്ന സൂറത്തുൽ ബഖറയിലെ 6-ാമത്തെ ആയത്ത്. സത്യനിഷേധികളെ പറ്റിയുള്ള അള്ളാഹുവിന്റെ ഈ അറിയിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മനസ്സമാധാനം നൽകൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? സത്യനിഷേധികളായ ആളുകൾ അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ ഉത്കണ്ഠയും പ്രയാസവും ഉണ്ടായിരുന്നുവെന്നും ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മനപ്രയാസത്തെക്കുറിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇത്തരം ആളുകൾ അവർ വിശ്വസിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർ വിശ്വസിക്കുകയില്ല എന്ന കാര്യം അത് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുമ്പോൾ അവരെ പറ്റിയുള്ള മനപ്രയാസങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി വഹിക്കേണ്ടി വരില്ല എന്ന സമാധാനം, അതാണ് സഹോദരങ്ങളെ ഈ ആയത്ത് അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് സൂറത്തുൽ ബഖറയിലെ 6-ാമത്തെ ആയത്തിന്റെ തഫ്സീറിന്റെ ഒരു സംക്ഷിപ്തമായി കൊണ്ട് വിവരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.